ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ പറയാണ്, കുട്ടി നീ എന്താണ് ഈ കാണിക്കുന്നത്? അബോഷനുള്ള മരുന്നാണ് കഴിക്കുന്നത്. അത് കേൾക്കുന്ന ശിവാനി ഒന്നും അറിയാത്തതുപോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ. എന്ത് അബോഷനുള്ള മരുന്നോ? അത് കേട്ട ഉടനെ നിധിയാണെങ്കിലും എന്താ ഇപ്പോൾ ഇത് ഇവിടെ സംഭവിച്ചതെന്നറിയാം. നിധി ആകെ പകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് ചോദിക്കുക, എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ കേട്ടോ. ഈ കുട്ടി കഴിക്കുന്നത് അബോഷനാവാനുള്ള മരുന്നാണ്. അത് കേൾക്കുന്ന പ്രണവ്, എന്താ ശിവാനി ഈ കാണിക്കുന്നത്? എനിക്കറിയില്ല, ഞാൻ നിധിയുടെ അടുത്ത് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ ഡോക്ടർ, ഞാൻ നിനക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലേ എഴുതി തന്നത്, പിന്നെ നീ എന്താ ഇത് കഴിക്കുന്നത്? ഞാൻ തന്ന പ്രിസ്ക്രിപ്ഷൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ ബാഗിൽ നിന്ന് ആ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നിധി ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ ഡോക്ടർ പറയും, ഇത് എൻ്റെ കൈപ്പടയിൽ എഴുതിയ എഴുത്തല്ലല്ലോ, ഇത് എവിടുന്ന് കിട്ടി ഈ പ്രിസ്ക്രിപ്ഷൻ? ഇത് അബോഷനുള്ള മരുന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിധിയാണെങ്കിൽ എന്താ ഇവിടെ സംഭവിച്ചതെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനിയോട് ഇവിടെ പാറു ചോദിക്കുകയാണ്, നിനക്ക് തെറ്റുപറ്റിയോ? നീ വേറെ ആരുടെയെങ്കിലും പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തതാണോ? നിനക്ക് എവിടുന്ന് കിട്ടിയേ എന്നൊക്കെ ചോദ്യമാവുന്നു കേട്ടോ. അങ്ങനെ നോക്കട്ടെ ഞാനെന്ന് പറഞ്ഞ് ശിവാനി ആ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ, അയ്യോ ഇത് ഞാൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അല്ല, ഇത് വേറെയാണല്ലോ, നിൻ്റെ ബാഗ് കാണിച്ച നിധി. അത് കാണുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഗൗതമിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്തിനാണ് നീ നിധിയുടെ ബാഗ് പരിശോധിക്കുന്നത്? അതുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബാഗിൽ മൊത്തത്തിൽ ഇങ്ങനെ തപ്പാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒട്ടും പിടിക്കാതെ നിർമ്മലയും ഗൗതമും ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ പ്രണവും. പിന്നീട് വസുന്ധരയാണെങ്കിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് വസുന്ധരയ്ക്ക് നന്നായി അറിയാലോ. അങ്ങനെ വസുന്ധരയും നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നു. അപ്പോൾ ഉടൻ തന്നെ നിധി ആകെ ഞെട്ടിപ്പോവാണ്. ഇതാ ഞാൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ എന്ന് ഡോക്ടറുടെ മുന്നിലോട്ട് നീട്ടുമ്പോൾ ഡോക്ടർ പറയുന്നത് ശരിയാണല്ലോ, ഇതാണ് ഞാൻ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ. ഉടൻ തന്നെ അങ്ങ് ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ, എടി നീ എന്നോട് സ്നേഹം കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ്, എന്നെ കൊല്ലാൻ വേണ്ടിയാണ്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എൻ്റെ പ്രണവ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എന്നറിയോ? ഈ കൊച്ചു പ്രണവിനെ കിട്ടാൻ വേണ്ടി എൻ്റെ പ്രണവ് എത്ര ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. ആ സമയം നീ എന്നോട് ഇങ്ങനെ ചതി ചെയ്തല്ലോ. ഇത് കേൾക്കുന്ന നിധി, എന്താ നീ പറഞ്ഞത്? നീ തന്ന പ്രിസ്ക്രിപ്ഷനെ ഞാൻ കൊണ്ടുപോയി, പിന്നെ എങ്ങനെ നിൻ്റെ ബാഗിൽ ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ വന്നു? അത് കേൾക്കുന്ന നിധി, അതൊന്നും എനിക്കറിയില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ തന്ന പ്രിസ്ക്രിപ്ഷനുമായി ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കൊണ്ടുവന്നു. അത് ശരി തന്നെയാണ്, ഞാൻ തന്ന പ്രിസ്ക്രിപ്ഷൻ ഒളിപ്പിച്ച് നീ വേറൊരു പ്രിസ്ക്രിപ്ഷനിൽ എൻ്റെ അബോഷനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞിനെ കളഞ്ഞു എന്ന തോന്നല്ലേ, നീ എൻ്റെ കുഞ്ഞിനെയും കളയാൻ നോക്കല്ലേ? നിന്നേക്കാൾ മുന്നേ ഞാൻ ഗർഭിണിയാവുന്ന ആ പ്രതികാരം നീ എന്നോട് ചെയ്യല്ലേ? ഇത് കേൾക്കുന്ന നിധി, വേണ്ടാത്തതൊന്നും വിളിച്ച് പറയരുത്. അപ്പോഴേക്കും ഗൗതം ദേ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് കേട്ട് നിൽക്കില്ല. അപ്പോഴേക്കും പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ പിന്നീട് ശിവാനി, എന്നാലും എടി ഭയങ്കര, നിനക്ക് കുഞ്ഞു പോയെന്ന് കരുതിയിട്ട്, നിനക്ക് കുഞ്ഞുണ്ടാവുന്നില്ലെന്ന് കരുതി എനിക്ക് കുഞ്ഞുണ്ടാവുന്നതിന് നീ അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിധിയുടെ കഴുത്തിന് പിടിച്ചിങ്ങനെ ഞെരുക്കാണ് കേട്ടോ. അപ്പോഴേക്കും പാറുവും നിർമ്മലയൊക്കെ അവിടെ ഇടപെടുകയാണ്. അങ്ങനെ നിർമ്മലയും പാറുവും ഗൗതമൊക്കെ കൂടിയിട്ട് ശിവാനിയെ വേറെടുത്താണ്. എന്നിട്ട് നിർമ്മല പറയണ, വായിൽ തോന്നിയത് വിളിച്ച് പറയില്ല ശിവാനി, ഒരിക്കലും നിധി അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മക്ക് നന്നായി അറിയാം ഒരു കുഞ്ഞു പോകുന്നതിൻ്റെ വേദന, അതുകൊണ്ട് അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ വേലക്കാരിയാണെങ്കിൽ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് വസുന്ധര പറയാൻ കേട്ടാ. അപ്പോഴേക്കും അവിടെ ഗൗതം, നിങ്ങൾക്ക് എന്താ എപ്പോഴും എൻ്റെ നിധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇത്ര വലിയൊരു സന്തോഷവും എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കാൻ കേട്ടാ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗതം അങ്ങ് ദേഷ്യപ്പെടാണ്. പിന്നീടാണെങ്കിലും മതി നിർത്ത്, എല്ലാവരുടെ നിർത്ത് എന്ന് പറഞ്ഞ് പ്രണവ് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പ്രണവ് നിധിയോട് പറയണേ, ഏട്ടത്തി, നിങ്ങളെ ഞാൻ ഏട്ടത്തിയുടെ സ്ഥാനത്ത് കണ്ടു, നിങ്ങളെ ദൈവതുല്യമായി ഞാൻ കണ്ടു, നിങ്ങളെൻ്റെ കുഞ്ഞിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു കൂട്ടി, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവിനോട് നിധി പറയണേ, എനിക്കറിയില്ല പ്രണവ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ശിവാനി പറഞ്ഞ പ്രിസ്ക്രിപ്ഷനോട് പോയി, പക്ഷേ ഇത് ഇങ്ങനത്തെ മരുന്നാണെന്നോ എന്താണ് ആ ഇതിൽ എഴുതിയിരിക്കുന്നതൊന്നും ഞാൻ നോക്കിയില്ല, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നിൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ ഇല്ലാതാക്കാൻ നോക്കില്ല. അത് കേൾക്കുന്ന ശിവാനിയുടെ ഈ വാക്കുകൾക്ക് മുന്നേ വസുന്ധര പറയണേ, ഇവളെ പോലെ വൃത്തികെട്ടവളെ ഇവിടെ നിർത്താൻ പാടില്ല, ഇവളെവിടെയുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്, ഇവളിപ്പോൾ ഇറങ്ങിപ്പോണേ ഈ വീട്ടിൽ നിന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോട് എന്താ പറഞ്ഞത് എന്ന് ഗൗതം ചോദിക്കുകയാണ്. അതെ, ഇവളിവിടെ നിന്നും ഇറങ്ങിപ്പോണം. അപ്പോൾ ശിവാനി പറയണേ, എനിക്ക് പേടിയാണ് പ്രണവ്, ഇനി എനിക്കിവിടെ നിൽക്കാൻ, ഇവളെൻ്റെ കുഞ്ഞിനെ കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. ഈ ഈശ്വരമംഗലത്ത് ആദ്യത്തെ കുഞ്ഞ് ഞാൻ നൽകുമെന്ന പേടിയിലാണ് ഇവളെൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്, അതുകൊണ്ട് ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. അത് കേൾക്കുന്ന വസുന്ധര, നീ എന്തിനാ ഇറങ്ങിപ്പോണം? ഇവളിറങ്ങിപ്പോട്ടെ, ഇവള് വേണ്ട. അപ്പോൾ ശിവാനി പറയുകയാണ്, നിധി ഇറങ്ങിപ്പോയിക്കോട്ടെ, നിധിയുള്ള വീട്ടിൽ എനിക്ക് നിൽക്കാൻ പേടിയാണ്. അത് കേൾക്കുന്ന ഗൗതം, എന്ത് പേടി? എന്തിനാ നീ പേടിക്കുന്നത്? നീ ചെയ്ത തെറ്റ് എൻ്റെ ഭാര്യയുടെ പേരിലിടാൻ നോക്കുന്നോ? അത് കേൾക്കുന്നതിനോട് കൂടി അങ്ങ് പ്രണവ് പറയണേ,
ഏട്ടൻ എന്ന സ്ഥാനം ഞാനങ്ങ് മറക്കും. ഒന്ന് സ്നേഹിച്ച് നിങ്ങളങ്ങ് വരുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും വലിയ പ്രതികാരദാഹികളാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? എല്ലാവരും എല്ലാവരുടെ കുഞ്ഞല്ലേ, അതൊക്കെ ഈശ്വരമംഗലത്തെ രക്തമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം അവിടെ ഉടൻ തന്നെ പ്രണവിനോട് പറയണേ, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സംസാരിക്കരുത്, ഇതിൽ നിധി കുറ്റക്കാരിയല്ല. ഉടൻ തന്നെ പ്രണവ് പറയാം, എങ്കിൽ പോലീസിനെ ഞാൻ വിളിക്കാം. വിളിക്കുക, അത് തന്നെയാണ് നല്ലത്, പോലീസിനെ വിളിക്കുക. അത് കേൾക്കുന്ന ഡോക്ടറും ശിവാനി ഒന്ന് ഞെട്ടിപ്പോകണം. ഈ പ്രണവ് തന്നെ എല്ലാ കുരുക്കുകളും അഴിക്കാനുള്ള പരിപാടിയാണല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു കണ്ണീരോടുകൂടി, അഭിനയക്കണ്ണീരോടുകൂടി ശിവാനി നിൽക്കുമ്പോൾ തന്നെ ഗൗതം പറയണേ, പോലീസ് വരട്ടെ, അതുതന്നെയാണ് നല്ലത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന പോലീസ് കണ്ടുപിടിക്കട്ടെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ എല്ലാവരും കൂടിയിട്ട് ചവിട്ടി തെക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രണവ് ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ ഡോക്ടർ അതിൽ ഇടപെടാനായിട്ട് ഡോക്ടർ പറയണേ, എന്താണ് പ്രണവ് നീ ചെയ്യുന്നത്? എന്തേ പോലീസിനെ വിളിക്കണ്ടേ? പോലീസിനെ വിളിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണ്ടേ? നീ എന്താ ഈ പറയുന്നത്? ഈ മരുന്ന് എഴുതി കൊടുത്ത ഡോക്ടർ ഏത്, ഹോസ്പിറ്റൽ ഏത് എന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഉടൻ തന്നെ ശിവാനി ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അതായത് പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് അവിടെ വന്നത് എന്നുള്ളത്. ഡോക്ടറുടെ അടുത്ത് ശിവാനി പോകുന്നു. എന്നിട്ട് ഡോക്ടറോട് ശിവാനി പറയാണ്, ഞാൻ പറയുന്ന ഈ മരുന്ന് നിങ്ങൾ എഴുതണം, ആദ്യം എനിക്ക് വൈറ്റമിൻ മരുന്നാണ് എഴുതി തരേണ്ടത്. ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ ആദ്യം ഒരു പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട്. പിന്നീട് ശിവാനി പറയണേ, നിങ്ങളുടെ കൈപ്പിടയല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു എഴുത്ത് നിങ്ങൾ എഴുതണം, അതും അബോർഷനുള്ള മരുന്ന് ശരിയെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. പിന്നീട് മെഡിക്കൽ സ്റ്റോറിലെ ഈ പയ്യനെ കാണുമ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു എന്താണ് ശിവാനി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ വൈറ്റമിൻ്റെയും അതുപോലെ തന്നെ അബോർഷൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഈ മെഡിക്കൽ സ്റ്റോറിലെ പയ്യൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിധിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിധി അത് ഒരുമിച്ച് ബാഗിലോട്ട് ഇടുകയാണ് ചെയ്യുന്നതായിട്ട്. അങ്ങനെ ഈ ഒരു രംഗം അങ്ങനെ ശിവാനി ഓർക്കുന്നുണ്ട്. ഈ സമയം ഡോക്ടറാണെങ്കിലോ ഇത് പ്രണവ്, നീ ഇതൊരു കേസാക്കി എടുക്കണ്ട, നീ ഇതൊരു അന്വേഷണത്തിലോട്ട് പോകണ്ട, എന്തായാലും ശിവാനി മരുന്ന് കഴിച്ചില്ലല്ലോ, ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മരുന്ന് കഴിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പോൾ പോയിരുന്നില്ല, എനിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ, ശരിയാണ് പ്രണവ്, ഇത് കേസും കൂട്ടായി കഴിഞ്ഞു പോയാൽ തീർച്ചയായും ഞങ്ങളുടെ ഹോസ്പിറ്റലിന് പ്രശ്നം വരും. അത് എവിടെ നിന്ന് എഴുതി, എങ്ങനെ എഴുതി എന്നുള്ള ചോദ്യം വരും. അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും പ്രശ്നങ്ങൾ വരും. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈശ്വരമംഗലം വീട്ടിന് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം, അതൊന്നും പറ്റില്ല, പോലീസിനെ വിളിക്കുക തന്നെ വേണം, പോലീസ് തന്നെ വരട്ടെ. അത് കേട്ട ഉടൻ തന്നെ ശിവാനിയാണെങ്കിലും, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇവൾ തന്നെയാണ്, എൻ്റെ കുഞ്ഞാണ് സത്യം, ഇവളാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്, നല്ലൊരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് ഇവൾ മനഃപൂർവ്വം മാറ്റിയതാണ്. അത് കേൾക്കുന്ന ഗൗതം പറയും, കള്ളത്തരം ചെയ്തിട്ട് നീ വല്ലാതെ കിടന്ന് ചിലക്കരുത് ശിവാനി, നീ എന്തോ ഒരു കള്ളത്തരം ഇതിൽ ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ ഭാര്യയുടെ മേലിൽ കുറ്റം ചുമത്താനല്ല അവളെ മരുന്ന് മേടിക്കാൻ വിട്ടത്. അത് കേൾക്കുന്ന വീണ്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാനല്ല ചെയ്തത്, എൻ്റെ കുഞ്ഞാണ് സത്യം എന്ന് പറയുന്നത് വയറിൽ തൊട്ടി സത്യം ചെയ്യാനായിട്ടാ, ഇത് ഇവളാണ് ചെയ്തത്, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. അപ്പോഴേക്കും വസുന്ധര പറയണേ, എന്തിനാ എല്ലാവരും ഇപ്പോൾ ശിവാനിയുടെ നേർക്കെടുക്കുന്നത്? ശിവാനി സത്യം തെളിയിച്ചപ്പോൾ എല്ലാവരും ശിവാനിയുടെ നേർക്കെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാറു പറയണേ, നിനക്ക് എങ്ങനെയും തെറ്റ് പറ്റിയിട്ടുണ്ടാവും ശിവാനി, വേറൊരു പ്രിസ്ക്രിപ്ഷൻ നീ കൊടുത്തതായിരിക്കും. അത് കേട്ട ഉടനെ തന്നെ അവിടെ വസുന്ധര ചോദിക്കുകയാണ്, പിന്നെ മറ്റേ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഈ ബാഗിൽ വന്നു? അതൊക്കെ ചിന്തിക്ക്, വായിൽ തോന്നിയത് വിളിച്ചു പറയത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ നിധി എന്ന് മാത്രമുള്ളൂ, ഇവിടെ പ്രണവ് നിങ്ങളുടെ മകനല്ലേ, എന്താ നിങ്ങളിങ്ങനെ? അത് കേട്ട ഉടനെ തന്നെ പാറു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്ന വസു? പിന്നെ ഞാൻ ചോദിക്കാതിരിക്കട്ടെ, പ്രണവ് നിങ്ങളുടെ മകനല്ലേ, പ്രണവിൻ്റെ കുഞ്ഞല്ലേ ഈ നഷ്ടപ്പെടാൻ പോകുന്നത്? നഷ്ടപ്പെട്ടില്ലെന്നുള്ള ആ ഒരു ഇതോടുകൂടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവളെപ്പോലെയുള്ള വൃത്തികെട്ടവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കല്ലേ വേണ്ടത്? അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു വേദനയൊക്കെ ഇങ്ങനെ പാറുവിന് തോന്നാനിട്ട്. ഈ സമയം നിർമ്മല പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ഡോക്ടർ പറയണത്, എന്നാൽ ശരി, ഇനി ഇത് വിവാദമാക്കണ്ട, ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയേക്കെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് ശിവാനിയാണെങ്കിലോ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ പ്രണവ് അടുത്തോട്ട് വരണം. അപ്പോൾ പ്രണവിനോട് പറയുന്നുണ്ട്, പ്രണവ് ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിധി ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ, നിങ്ങളൊന്ന് നിങ്ങളെയും നിങ്ങൾ ഏട്ടനെയും വിശ്വസിച്ച് എനിക്കാണ് തെറ്റ് പറ്റിയത്, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എനിക്കറിയാം, എൻ്റെ കുഞ്ഞിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഒരു പുസ്തകവും ജ്യൂസും എന്നൊക്കെ പറഞ്ഞ് പ്രണവ് ആ ബുക്കൊക്കെ എടുത്ത് അങ്ങ് വലിച്ചെറിയാനായിട്ട് നിധി കൊടുത്തത്. അങ്ങനെ ശിവാനിയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് ശിവാനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ചെറിയ പുഞ്ചിരിയോട് കൂടി പോവാണ്. അങ്ങനെ വീണ്ടും അവർ തമ്മിൽ വഴക്കിടാണ്. എന്നാൽ ഈ സമയം നിധി ആണെങ്കിൽ പൊട്ടി കരയാനായിട്ട്, താൻ ചെയ്യാത്തൊരു തെറ്റ് തൻ്റെ പേരിൽ വന്നപ്പോഴുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവാതെ നിധി ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ ഇപ്പുറത്ത് ശിവാനി പൊട്ടിച്ചിരിക്കുന്ന ആ ഒരു സീനൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ.